ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിനി തൃശ്ശൂർ സ്റ്റൈല് സദ്യ വിഭവങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഓരോ വിഭവങ്ങളും ഞങ്ങൾ പല എപ്പിസോഡായി അപ്ലോഡ് ചെയ്യാം. ഇനി നമുക്ക് നേരെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇഞ്ചി തൈര് ഉണ്ടാക്കാം. ഇഞ്ചി തൈര് ഉണ്ടാക്കാനായി ആവശ്യമായ സാധനങ്ങൾ: ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായി നുറുക്കിയത്, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 കപ്പ് തൈര്, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി എന്നിവ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തൈര് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. തൈര് ഉടയുന്നവരെ നന്നായി മിക്സ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ ഇഞ്ചി തൈര് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങാക്കറിയും നാരങ്ങാക്കറിയും ഉണ്ടാക്കാം. ഇതിനാവശ്യമായി ഒരു മീഡിയം സൈസ് പച്ചമാങ്ങ ചെറുതായി അരിഞ്ഞത്, ഒരു വടുകപ്പുളി നാരങ്ങ ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഈ പച്ചമുളക് നാരങ്ങക്കറിയിലേക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യമായി മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, പിന്നെ കായം പൊടി. ഫസ്റ്റ് നമുക്ക് നാരങ്ങക്കറി ഉണ്ടാക്കാം. അതിനായി അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം 1/2 ഗ്ലാസ് വെള്ളവും 3 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ആവശ്യത്തിന് കായം പൊടിയും ഉലുവ പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നാരങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. അടുത്തത് മാങ്ങാക്കറി. ഇതിനായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ,
1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം 1/2 ഗ്ലാസ് വെള്ളവും 3 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ആവശ്യത്തിന് കായം പൊടിയും ഉലുവ പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ മാങ്ങക്കറിയും റെഡിയായി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.